ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ വീണ്ടും നമ്മൾ ടെറസ് കിച്ചണിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ടെറസ് കിച്ചണിൽ വീഡിയോസ് ചെയ്യുന്ന കുറവാണ് ചേച്ചി എന്ന് പറഞ്ഞിട്ട് കുറച്ച് പേരെങ്കിലും പരാതി പറയുന്നുണ്ട്. അപ്പോൾ പരാതി ഇടയ്ക്കിടയ്ക്ക് നമ്മളത് പരിഹരിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇന്നും ടെറസ് കിച്ചണിൽ തന്നെയാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇവിടത്തേക്ക് പറ്റിയൊരു ഐറ്റം തന്നെയാണ് പുഡിങ്ങാണ് ചെയ്യണത്. അതായത് എൻ്റെ കേറ്ററിങ്ങിന് പണ്ടൊക്കെ സ്ഥിരമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു പുഡിങ്ങാണ് ബട്ടർ സ്കോച്ച് സൂഫ്ലെ. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു ബട്ടർ സ്കോച്ചിൻ്റെ സൂഫ്ലെ. അതൊരു ബട്ടർ സ്കോച്ച് ഫ്ലേവറിലാണ്. അപ്പോൾ അത് ഞാനിന്ന് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കായിട്ട് ബട്ടർ സ്കോച്ച് സൂഫ്ലെ എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നതെന്ന് കാണിച്ചു തരാം. അത് എളുപ്പമാണ്, നല്ല രസമായിട്ട് ചെയ്യാം. ഇതിലിപ്പോൾ എഗ് വൈറ്റ് ഞാൻ അവസാനം ചേർക്കും. എഗ് വൈറ്റ് ചിലർക്ക് അങ്ങനെ റോ എഗ്ഗ് ചേർക്കാൻ ഇഷ്ടമില്ലാത്തവരുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ അത് ചൂടുവെള്ളത്തിൻ്റെ മുകളിൽ വെച്ച് ബീറ്റ് ചെയ്തിട്ട് ചേർക്കാം. അങ്ങനെ ഓപ്ഷൻസ് ഉണ്ട്. അതല്ലെങ്കിൽ അത് ഒഴിവാക്കുകയും ചെയ്യാം. 3 ഓപ്ഷൻസും ഉണ്ട്. ആ ഭാഗം എത്തുമ്പോൾ ഞാൻ അതൊന്നുകൂടി പറയാം. എന്തായാലും ഇത് തുടങ്ങുമ്പോൾ ആദ്യമേ തന്നെ കുറച്ച് പ്രലൈൻ പൗഡർ റെഡിയാക്കി വെക്കണം. പ്രലൈൻ പൗഡർ എന്ന് പറയുമ്പോൾ കുറച്ച് ഷുഗർ കാരമലൈസ് ചെയ്ത് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ഇട്ടിട്ട് കാരമലൈസ് ചെയ്തിട്ട് നമ്മുടെ പ്ലേറ്റിൽ വെച്ചിട്ട് ഒന്ന് സെറ്റാക്കി എടുത്തിട്ട് പിന്നെ അതിനെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നു. ഇതിപ്പോൾ ഒരു സ്റ്റീൽ പ്ലേറ്റിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് തടവി വെച്ചിട്ടുണ്ട്. ഇനി അടുപ്പ് കത്തിച്ചിട്ട് ഒരു 1/4 കപ്പ്, അതായത് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഉരുക്കാനായിട്ട് വെക്കാം. എന്നിട്ടൊരു കാരമലായിട്ട് ഒരു ബട്ടർ സ്കോച്ച് ഫ്ലേവർ കിട്ടാനും, അത് ശരിക്കും ബട്ടർ സ്കോച്ച് സോസ് നമ്മൾ വേറെ ഉണ്ടാക്കും, അല്ലാണ്ട് ഇതൊരു കാരമലൈസ്ഡ് ആക്കി എടുക്കണം. ഓക്കെ, തുടങ്ങാം. ആദ്യം ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, അഥവാ 1/4 കപ്പ് പഞ്ചസാര. കളർ മാറട്ടെ. പഞ്ചസാര ഉരുകി തുടങ്ങി, കളറെല്ലാം മാറാൻ തുടങ്ങുന്നു. അതൊരു ബ്രൗണായി വരുമ്പോൾ ഗോൾഡൻ കളറായിക്കൊണ്ടിരിക്കുന്നു. ഉരുകട്ടെ. നന്നായിട്ട് മെൽറ്റായി കളർ മാറി. ഓക്കെ, ഈ സമയത്ത് ഒരു 25 ഗ്രാം അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കും. ഇനി ഇത് ഇങ്ങനെ പതഞ്ഞു തുടങ്ങും. പതഞ്ഞു തുടങ്ങുമ്പോഴാണ് കാണുന്നുണ്ടല്ലോ, പത പോലെ ഇങ്ങനെ ബബിൾ ചെയ്യും. ബബിളിങ് ടൈം. ഇനി തീ ഓഫ് ചെയ്തിട്ട്, അതാണ് അതിൻ്റെ ഒരു പാകം, കാണുന്നുണ്ടല്ലോ. തീ ഓഫ് ചെയ്തു. എന്നിട്ട് ഇത് ഞാനൊരു പ്ലേറ്റിലേക്ക്, ഞാൻ നേരത്തെ നെയ്യ് തടവി വെച്ച പ്ലേറ്റിൻ്റെ മുകളിലിട്ട് ഒഴിക്കും. ഇതെങ്ങനെ നിരത്തി വയ്ക്കാം. ഇതിപ്പോൾ തന്നെ സെറ്റാകും. അപ്പോൾ നമ്മുടെ പ്രലൈൻ പൗഡറിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ മാറ്റി വെച്ച് അത് ഒന്ന് സെറ്റാകട്ടെ. അതൊന്ന് തണുത്ത് കഴിയുമ്പോൾ അത് നല്ല ഹാർഡാകും. അത് കഴിഞ്ഞാൽ നമ്മളൊന്ന് കുത്തി ഇളക്കി പൊടിച്ചെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതാണ് നമ്മുടെ പ്രലൈൻ പൗഡർ. ഇനി ഈ സമയം നമുക്കൊരു ബട്ടർ സ്കോച്ച് സോസ് തയ്യാറാക്കാം. അതും സെയിം മെത്തേഡ് തന്നെയാണ്. ഷുഗർ കാരമലൈസിങ് അല്ല. ഒരു 1/2 കപ്പ് പഞ്ചസാര ഉരുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെണ്ണയും കൂടി, ഒരു 50 ഗ്രാം വെണ്ണയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ബട്ടർ സ്കോച്ച് സോസ് റെഡിയാണ്. അത്രേ ഉള്ളൂ. അതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കണം. എന്നിട്ടാണ് നമ്മൾ ശരിക്കുള്ള നമ്മുടെ ബട്ടർ സ്കോച്ച് സൂഫ്ലെ ഉണ്ടാക്കാൻ പോണത്. അതിന് 1/2 ലിറ്റർ പാൽ ഇവിടെ റെഡിയാണ്. പിന്നെ മുട്ട വേണം. അത് മഞ്ഞയും വെള്ളയും സെപ്പറേറ്റ് ചെയ്യണം, വേർതിരിക്കണം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അത് ചെയ്യാം. ഓക്കെ, ഇനി 1/2 കപ്പ് പഞ്ചസാര കറക്റ്റായിട്ട് ഞാൻ അളന്നതാണ്. ഇനി ഇത് ഉരുകി കളറൊക്കെ മാറട്ടെ. ഷുഗർ കാരമലൈസായി വരുന്നു. അലിഞ്ഞ് കളർ മാറി തുടങ്ങി. ഇളക്കി കൊടുക്കാം. തീ ഒന്ന് നന്നായിട്ട് കുറയ്ക്കണം ഈ സമയത്ത്. ഇത് കരിഞ്ഞൊന്നും പോകരുത്. കറക്റ്റ് ഒരു ഗോൾഡൻ ബ്രൗൺ ആയിട്ടാണ് എടുക്കേണ്ടത്. പഞ്ചസാര ഒന്നുകൂടി ഒന്ന് അലിയാനുണ്ട്. സോ അവർ കാരമൽ സോസ് ഇസ് ഗെറ്റിംഗ് റെഡി. ഫുൾ പഞ്ചസാരയും അലിയണം. ഏതാണ്ട് കംപ്ലീറ്റ് അലിഞ്ഞ് കഴിഞ്ഞു. ഗ്രാനുവൽസ് ഒന്നുമില്ല. കളറും കറക്റ്റായിട്ടൊന്ന്. ഇനി തീ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്കാണ് നമ്മളൊരു 50 ഗ്രാംസ് ഓഫ് ബട്ടർ ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു പതയലും ബഹളമൊക്കെ ഉണ്ടാവും. തീ ഓഫ് ചെയ്ത് കഴിഞ്ഞു. അതിനകത്തുള്ള ചൂടാണ്. നമ്മുടെ ബട്ടർ സ്കോച്ച് സോസ് ഈസ് റെഡി. കാണുന്നുണ്ടല്ലോ, ഇതാണ് വേണ്ടത്. ബട്ടർ നന്നായിട്ട് ഇതിനകത്തേക്ക് ഇൻകോർപ്പറേറ്റഡ് ആയിട്ട് വരും. മതി, കഴിഞ്ഞു. ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പം നമ്മുടെ ഈ കാരമൽ സോസിലേക്ക് ഒരല്പം ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരു 2-3 ടേബിൾ സ്പൂൺ ചൂടുവെള്ളം. ചൂടുവെള്ളം തന്നെ ആയിരിക്കണം, നല്ല ബോയിലിംഗ് വാട്ടർ.
അല്ലെങ്കിൽ നമ്മളിപ്പോൾ സമയം എടുത്ത് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പം മറ്റേ കസ്റ്റേർഡൊക്കെ തയ്യാറാക്കിയിട്ട് മാത്രമേ സോസ് ഉപയോഗിക്കുള്ളൂ. ആ സമയം കൊണ്ട് അല്ലെങ്കിൽ ഇത് കുറച്ച് തിക്കായി പോകും, കുറച്ച് ഹാർഡായി മാറും. അപ്പോൾ ഇച്ചിരി ലൂസാക്കി വെച്ചാൽ ആ സമയത്ത് കറക്റ്റായിരിക്കും. അതിനനുസരിച്ചിട്ടുള്ള ചൂടുവെള്ളം ഒഴിച്ചാൽ മതി. ഇരുന്ന് വീണ്ടും കുറുകിക്കോളും. ഇത് നല്ല കട്ടിയായി. ഇനി ഇത് ഇളക്കിയെടുക്കണം. ഇങ്ങനെ ഇളക്കിയാൽ മതി. നമ്മൾ നെയ്യ് വരട്ടിയല്ലേ വെച്ചിരിക്കുന്ന പ്ലേറ്റിൽ, അതുകൊണ്ട് ഇളകി വരും. പിന്നെ പീസസായിട്ട് ഇളക്കാം. ഇത് ഫുള്ളിങ്ങനെ ഇളക്കിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് തണുത്തിട്ട് ചെയ്താൽ മതി. 1.5 ടേബിൾ സ്പൂൺ ജലാറ്റിൻ. ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ എടുത്തു. ഒരു 1/2 ടേബിൾ സ്പൂൺ കൂടി ചേർക്കാം. ഇനി നമ്മുടെ ജലാറ്റിനിലേക്ക് കുറച്ച് വെള്ളം, ഒരു 1/4 കപ്പ് ഐസ് വാട്ടർ ഒഴിക്കുന്നതാണ് ഏറ്റവും ഐഡിയൽ. കുതിരാനായിട്ട് മാറ്റി വയ്ക്കും. കുതിർന്നിരിക്കും. ഒരു 5 മുട്ട നമുക്ക് വൈറ്റ് ആൻഡ് യോക്ക് മാറ്റണം. പക്ഷേ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് നോക്കിക്കോളൂ, എല്ലാത്തിനെയും ഒരു 5 മുട്ടയും ഒന്നിച്ച് ഇങ്ങനെ ഇട്ടിട്ട് ഇതിൽ നിന്ന് നമുക്ക് യോക്ക് എടുത്ത് മാറ്റാം. അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പ പരിപാടി. ഇങ്ങനെ മുട്ട സെപ്പറേറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും സേഫായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, കയ്യിൽ ഒട്ടും തന്നെ വെള്ളമൊന്നും പാടില്ല. കയ്യിൽ വെള്ളം ഉണ്ടെങ്കിൽ നമ്മുടെ വൈറ്റ് പിന്നെ പതഞ്ഞ് വരില്ല. ഇങ്ങനെ നമ്മൾ ഓരോന്നിൻ്റെയും യോക്ക് മാത്രമായിട്ട് ഇങ്ങനെ എടുക്കാം. അപ്പോൾ ഒട്ടും തന്നെ പൊട്ടാണ്ട് യോക്കിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. യോക്ക് സെപ്പറേറ്റേഴ്സ് ഒന്നും ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല, ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ 5 യോക്കും സെപ്പറേറ്റ് ചെയ്തു. വൈറ്റ് വേറൊരു പാത്രത്തിൽ. ഈ യോക്കിനെ ഒന്ന് ഇതുപോലെ ഒന്ന് ആക്കി വയ്ക്കാം. നന്നായിട്ട് ബീറ്റ് ചെയ്ത് വയ്ക്കാം. പതപ്പിക്കൊന്നും വേണ്ട, പക്ഷെ നല്ലതായിട്ട് എങ്ങനെ ഇരിക്കട്ടെ. ഒരു സൈഡിൽ ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ. ഇനി നമ്മളൊരു 1/2 ലിറ്റർ പാലെടുത്ത് വെച്ചല്ലോ, അതിൽ നിന്നും ഒരു 1/2 കപ്പ് പാല് കട്ടയിലാണ്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, ഇതിരിക്കട്ടെ. എഗ് വൈറ്റ് ഞാൻ തൽക്കാലം ഫ്രിഡ്ജിൽ വയ്ക്കണം, അത് ലാസ്റ്റ് മതി. ഒന്ന് തണുത്തിരിക്കട്ടെ ചെറുതായിട്ട്. ഓക്കെ, അപ്പോൾ എല്ലാ കാര്യങ്ങളും ആയി. ഇനി നമുക്ക് കസ്റ്റേർഡ് ഉണ്ടാക്കാം. ചെയ്യേണ്ട കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ബാക്കിയിരിക്കുന്ന പാല്, അതായത് ഒരു 1/2 ലിറ്റർ പാലെന്ന് പറഞ്ഞാൽ 2 കപ്പ് പാലാണ്. 250 ml എന്ന് പറയാം. 240 ml. ഓക്കെ, അത് എടുക്കുന്നു. അതെ, നമ്മുടെ കോൺഫ്ലവർ മിക്സ് ചെയ്തതും ഈ മുട്ട ബീറ്റ് ചെയ്തതും, ഇതിപ്പോൾ അതിൽ നിന്നും 1/2 കപ്പ് പാലെടുത്തതാണല്ലോ, ഇതെല്ലാം കൂടി ഈ പാലിലേക്ക് ചേർക്കാം. കസ്റ്റർഡ് ഉണ്ടാക്കാനുള്ള കാര്യങ്ങളാണ്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാരയും കൂടി ചേർക്കാം. അപ്പോൾ കൂട്ടെന്തൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. 1/2 കപ്പ് പഞ്ചസാര, 1/2 ലിറ്റർ പാൽ. ഈ 1/2 ലിറ്റർ പാലിൽ നിന്നും 1/2 കപ്പ് എടുത്തിട്ടാണ് നമ്മൾ കോൺഫ്ലവർ ഒരു 3 ടേബിൾ സ്പൂൺ കലക്കിയത്. കൂടാണ്ട് 5 മുട്ടയുടെ യോക്ക് അഥവാ മഞ്ഞയും നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് ചേർത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഒറ്റ കോമ്പിനേഷനാണ്. ഇനി അടുപ്പ് കത്തിച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു കസ്റ്റേർഡായിട്ട് ഉണ്ടാക്കാം, കുറുക്കിയെടുക്കാം. നമ്മുടെ ബട്ടർ സ്കോച്ച് സോസ് ഇത് ഇവിടെ അങ്ങനെ തന്നെ ഇരിക്കുന്നു. ഒരു 3-4 ടേബിൾ സ്പൂൺ ചൂടുവെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് ഇങ്ങനെ വെച്ചിരുന്നാൽ മതി. കട്ട പിടിക്കും അല്ലെങ്കിൽ. ഇത് കൈയെടുക്കാണ്ട് ഇളക്കിക്കൊണ്ടേയിരിക്കും. ഒരു ചെറിയ തീയിലിട്ടിട്ട് ചെയ്താൽ മതി. ഇടത്തരം തീ, പിന്നെ ഒരു ചെറിയ തീ. ഓക്കെ, ആയിക്കഴിഞ്ഞു. തിക്കായി വരുന്നതാണ്. ഇറ്റ്സ് ഗെറ്റിംഗ് തിക്കർ ആൻഡ് തിക്കർ. നല്ല കുറുകി വരും. നല്ലൊരു സ്മൂത്ത് കസ്റ്റേർഡായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത്. കട്ട പിടിക്കുന്ന പോലെ തോന്നും, പക്ഷേ ഇല്ല. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സ്റ്റാർ ചെയ്തുകൊണ്ടിരുന്നാൽ മതി. അപ്പോൾ സ്മൂത്തായിട്ട് വരും. ചെറിയ തീയിൽ തന്നെ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഭയങ്കര ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യരുത്. കാണുന്നുണ്ടല്ലോ, ഒരു ലംബിയായിട്ട് ഇടയ്ക്ക് ഇങ്ങനെ കട്ട തോന്നുമെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ അതിങ്ങനെ കൂടുന്നതാണ്. പക്ഷേ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റാർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നല്ല സ്മൂത്തായിട്ട് തന്നെ വരും. കാണുന്നുണ്ടല്ലോ, സ്മൂത്താണ്. ഇനി ഇതിലേക്ക് നമ്മുടെ ബട്ടർ സ്കോച്ച് സോസും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് ഇതൊരു ബട്ടർ സ്കോച്ചിൻ്റെ ഫ്ലേവർ വരുന്നത്. ഇതിപ്പോൾ ഫ്ലേവറൊന്നും ഇല്ലല്ലോ, മുട്ടയുടെ ഫ്ലേവറല്ലേ ഉണ്ടാവുള്ളൂ. എഗ്ലെസ് ആയിട്ട് ഉണ്ടാക്കണം എന്നുള്ള ആൾക്കാർ കോൺഫ്ലവറിൻ്റെ അളവ് കൂട്ടിയാൽ മതി. മുട്ട ഒഴിവാക്കാം.
ഇപ്പം 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എന്നുള്ളത് ഒരു 6 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർക്കുക. അങ്ങനെ നല്ല സ്മൂത്തായി. ഇനി ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബട്ടർ സ്കോച്ച് സോസ് തീ ഓഫ് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ടാണ് ഇതെല്ലാം ചേർക്കുന്നത്. എന്താ മണം! ബട്ടർ സ്കോച്ചിൻ്റെ മണം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക മണമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫ്ലേവറാണ്. ഇറ്റ്സ് മൈ ഫേവററ്റ് ഫ്ലേവർ ബട്ടർ സ്കോച്ച്. കളർ മാറിയത് കണ്ടോ? ഒരു ബട്ടർ സ്കോച്ച് കളറിലേക്ക് മാറിക്കഴിഞ്ഞു. ഇത്രയും കാര്യങ്ങൾ റെഡി. അപ്പോൾ കസ്റ്റർഡ് പാർട്ട് ഈസ് റെഡി. ഇനി നമുക്കിതിലേക്ക് ജലറ്റിൻ ഉരുക്കി ഒഴിക്കണം. കുതിരാനിട്ട് വെച്ചിട്ടുണ്ട് ജലറ്റിൻ. ഇനി അതൊന്ന് ഉരുക്കിയാൽ മാത്രം മതി. നല്ല മണം. ഇതിന് പ്രത്യേകിച്ച് ബട്ടർ സ്കോച്ചിൻ്റെ എസൻസ് ഒന്നും ഒഴിക്കണ്ട. നാച്ചുറലായിട്ട് നമുക്ക് ആ ബട്ടർ സ്കോച്ചിൻ്റെ മണം കിട്ടും, ഫ്ലേവർ. ജലറ്റിൻ ബൈ ദ ടൈം കുതിർന്നു കഴിഞ്ഞു. ഇനി ഇതിലേക്ക് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഒരു 1/4 കപ്പ്. എന്നിട്ട് അതിലാണ് ഇത് ഉരുകാൻ പോണേ. കുതിർന്ന ജലാറ്റിൻ ഇതിലാടുന്ന് ഉരുകും. ചൂടുവെള്ളം, നല്ല ബോയിലിംഗ് 1/4 കപ്പ് ചൂടുവെള്ളം. നോക്കൂ, ഫാസ്റ്റായിട്ട് ഉരുകി വരും. ഈ ഉരുകിയ ജലറ്റിനാണ് നമ്മുടെ ഈ കസ്റ്റേർഡിലേക്ക് ഒഴിക്കേണ്ടത്. അപ്പോൾ കസ്റ്റേർഡ് ഇങ്ങനെ ഒരു സൈഡിൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. അതിലിങ്ങനെ പാട കെട്ടാനൊന്നും പാടില്ല. തിൻ ഫിലിം ഒന്നും വരരുത്. നല്ല തിക്കായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടിരിക്കുന്നുണ്ട്. ടേസ്റ്റ്. ജലാറ്റിൻ ഫുൾ ഉരുകട്ടെ. ഇത് നോക്കിയാൽ നമ്മുടെ പ്രളയനൊക്കെ ഞാൻ ഇളക്കി വെച്ചിട്ടുണ്ട്. നല്ല എന്താ പറയുക, ചില്ല് പീസ് പോലെ, കുപ്പിച്ചില്ല് പോലെ കിളുകുന്നു. ഇനി ഇതെല്ലാം കൂടി ഒഴിച്ചെടുത്തിട്ട് മിക്സിയുടെ ബൗളിലിട്ടിട്ട് ഒന്ന് കറക്കിയാൽ മതി. അപ്പോൾ പൗഡർ ഫോമിൽ കിട്ടും. ഇത് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ വേണമെങ്കിലും ചെയ്യാം. ഉരുക്കിയ ജലറ്റിൻ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൻ്റെയൊക്കെ ഇറക്കി വെച്ചാൽ, പാത്രത്തോടു കൂടി ഇറക്കി വെച്ചാലും ഉരുക്കി കിട്ടും. ഇത് മറ്റൊരു മെത്തേഡ്, ചൂടുവെള്ളം ഇതിലേക്ക് തന്നെ ഒഴിച്ചിട്ട് ഉരുക്കുന്ന രീതി. ഓൾമോസ്റ്റ് ഡൺ. ഇത് നോക്കൂ, നമ്മുടെ ജലറ്റിൻ നന്നായിട്ട് മെൽറ്റായി കഴിഞ്ഞു. അപ്പോൾ ആ ഒരു ചൂടോടുകൂടി തന്നെ ഇതിനകത്തും ഒരു ചൂടുണ്ടല്ലോ, രണ്ടും കൂടി മിക്സ് ചെയ്യണം. നന്നായിട്ട് ബ്ലെൻഡ് ആകട്ടെ. കറക്റ്റ് അളവാണ് എല്ലാ കാര്യങ്ങളും. ഇതുപോലെ തന്നെ ഫോളോ ചെയ്താൽ മതി. ഇതൊക്കെ ട്രൈഡ് ഔട്ട് റെസിപ്പീസാണ്. ഞാൻ മാജിക് അവനിൽ പണ്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് 100% റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇതുപോലെ തന്നെ ഫോളോ ചെയ്താൽ മതി. അങ്ങനെ ഫുൾ ഏകദേശം സെറ്റാണ്. അത് അല്പം തണുക്കാനായിട്ട് മാറ്റി വെച്ചിരിക്കുന്നു നമ്മുടെ കസ്റ്റേർഡ് മിക്സ്. ഇനി മിക്സിയുടെ ജാറിലേക്ക് പൊട്ടിച്ചിടാം. ഇത് ശരിക്കും അലങ്കാരമാണ്. എൻ്റെ മുകളിലിട്ടാൽ മതി. ചിലർക്ക് പുഡിങ്ങിൻ്റെ അകത്തോട്ട് ഇടുന്നതും ഇഷ്ടമാണ്. അങ്ങനെയാണെങ്കിൽ ഇടാം. പക്ഷേ ഞാൻ എപ്പോഴും ടോപ്പിംഗ് ആയിട്ടാണ് യൂസ് ചെയ്യണത്. ഈ റിലയൻ പൗഡർ ഭയങ്കര ടേസ്റ്റ്, വെറുതെ കഴിക്കാതെ നല്ല ടേസ്റ്റ്. കുപ്പിച്ചില്ലിൻ്റെ ശബ്ദം കേൾക്കുന്ന പോലെ അല്ലേ? അതുപോലെ തന്നെയാണ്. ആസ് ഗുഡ് ആസ് ദാറ്റ്. അത്രയും ഹാർഡാണ്. അതെ, പൊടിഞ്ഞ് വരുന്നുണ്ടോ? യെസ്. ഒത്തിരി പൊടിക്കുന്നില്ല. എന്നിട്ട് വേണമെങ്കിൽ ഇതുപോലെ നമ്മുടെ റോളിംഗ് പിന്ന് വെച്ചിട്ടും കുറച്ചൊന്ന് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ചില ഭാഗങ്ങൾ അങ്ങനെ ആക്കിയിടാം. അപ്പോൾ ഒരു മിക്സ് ആൻഡ് മാച്ചിൽ കിട്ടും. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ വലിയ വലിയ പീസസ് കിട്ടും. കുറച്ചുകൂടി ചങ്കിയായിട്ട്. ഫുൾ പൗഡർ ചെയ്യാണ്ട് ഒരു പകുതി ഇങ്ങനെ ആക്കുക, പകുതി അങ്ങനെ ആക്കുക. എങ്ങനെ വേണമെങ്കിലും നമുക്ക് കടിക്കാനായിട്ട് ഇങ്ങനെ കിട്ടും. ഇങ്ങനെയാണെങ്കിൽ പൗഡർ ഫോമിലാണെങ്കിൽ ഫുൾ പൗഡറായി പോകും. 2 മെത്തേഡ് ഞാൻ കാണിച്ചു എന്നേ ഉള്ളൂ. ഓക്കെ, നമ്മുടെ എഗ് വൈറ്റ് ഇങ്ങനെ ചിൽഡായിട്ടിരിക്കുന്നു. അപ്പോൾ കുറച്ചുകൂടെ പതയാനായിട്ട് ഈസി ആയിരിക്കും. ഇനി ബ്ലെൻഡർ, അങ്ങനെ 5 എഗ് വൈറ്റ്സ് ഇസ് റെഡി. പിന്നെന്താ, നമ്മുടെ കസ്റ്റേർഡ് തണുക്കാൻ വെച്ചിരിക്കുന്നത് ഞാൻ തിരിച്ചെടുക്കാം. ഓക്കെ, കുറച്ച് തണുക്കാനായിട്ട് ഫാനിൻ്റെ താഴെ വെക്കില്ലേ, അതുപോലെ തണുപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കസ്റ്റേർഡ് കുറച്ച് തണുക്കണം കേട്ടോ. പക്ഷേ ഒരുപാട് തണുത്ത് കഴിഞ്ഞാൽ അങ്ങനെ ജലറ്റിൻ ഉള്ളതുകൊണ്ട് സെറ്റായി പോകുമല്ലോ. അതിന് മുന്നേ തന്നെ റൂം ടെമ്പറേച്ചർ ആകുമ്പോൾ എടുത്തിട്ട് നോക്കിക്കോളൂ. അപ്പോൾ മുട്ടയുടെ വൈറ്റ് പാസ്ചറൈസ്ഡ് എഗ്ഗൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്താലും ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് ചെയ്യാം. ബ്ലെൻഡ് ചെയ്ത് അതിൻ്റെ ഉള്ളിലേക്ക് ആക്കി എടുക്കണം. അപ്പോൾ ആ സൂഫ്ലേ ടെക്സ്ചർ കറക്റ്റായിട്ട് കിട്ടും. അതാണ് പ്രധാനം. ഇങ്ങനത്തെ ഇത്രയും നന്നായിട്ടാണ് പതച്ചെടുക്കേണ്ടത്. ഫോം പോലെ, മറ്റേ സൂപ്പ് പത പോലെ ആക്കിയെടുക്കാം. ഇങ്ങനെ ആ എഗ് വൈറ്റ് ചേർക്കുമ്പോൾ മാത്രമേ ഈ ഒരു ടെക്സ്ചറിലേക്ക് വരുള്ളൂ. സൂഫ്ലേ മീൻസ് ഭയങ്കര ഫെദർ ലൈറ്റായിരിക്കണം. ഭയങ്കരമായിട്ടിങ്ങനെ പഞ്ഞി പോലെ ഇരിക്കേണ്ട ഒരു കാര്യമാണ്.
അങ്ങനെ സാവധാനം ഫോൾഡ് ഇൻ ചെയ്ത് എടുത്താൽ മതി. ഇതിന് ടെക്സ്ചർ കൊടുക്കുന്നത് എഗ് വൈറ്റാണ്. ഇനി ഇങ്ങനെ തന്നെ എഗ് വൈറ്റ് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഹോട്ട് വാട്ടറിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ പതച്ച് ഫോമിയാക്കി എടുത്താലും ഓക്കെയാണ്. പക്ഷേ ഇത്രത്തോളം രസകരമായിട്ട് കിട്ടുന്നത് ഇതുപോലെ കുറച്ചൊന്ന് ചിൽഡാക്കിയിട്ട് പതയ്ക്കുന്നതായിരിക്കും. പക്ഷേ പാസ്ചറൈസ്ഡ് എഗ് ആണെങ്കിൽ കുഴപ്പമില്ല, പേടിക്കേണ്ട ആവശ്യമില്ല. റോ എഗ്ഗൊന്നുമല്ല, ഒരു റോ സ്മെല്ലൊന്നും വരുമൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ ഇതേ പാത്രത്തിൽ വെച്ച് തന്നെ ചെയ്യുന്നതേ ഉള്ളൂ. സാധാരണ കസ്റ്റർഡ് ഒരു ഗ്ലാസ് ബൗളിൽ കുറച്ചുകൂടെ വിസ്താരമുള്ളൊരു ബൗളിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാം. അതെ, നോക്കിക്കോളൂ. അപ്പോൾ ഇത്രയായപ്പോൾ തന്നെ നല്ല ഫെദർ ലൈറ്റായി, ഭയങ്കര ഫ്ലഫി ആയി. ഇനി ബാക്കിയിരിക്കുന്ന എഗ് വൈറ്റും കൂടി ചേർക്കാം. അങ്ങനെ ആവശ്യം പോലെ എഗ് വൈറ്റും ഉണ്ട്, നമ്മുടെ കസ്റ്റേർഡും ഉണ്ട്. സോ ബട്ടർ സ്കോച്ച് സൂഫ്ലേ ഈസ് ഗെറ്റിംഗ് റെഡി. ഇനി ഇതിനകത്തേക്ക് നിങ്ങൾക്ക് പ്രളയൻ പൗഡർ ചേർക്കണം എന്നുണ്ടെങ്കിൽ ഈ സ്റ്റേജിൽ കുറച്ചിട്ട് കൊടുത്താൽ മതി. ഞാൻ പക്ഷെ അങ്ങനെയല്ല ചെയ്യണത്. എല്ലാം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ടോ നോക്കുക. പുഡിംഗ് ഡിഷിലേക്ക് മാറ്റാം. അങ്ങനെ സൂഫ്ലേ ടെക്സ്ചറിൽ തന്നെ നമ്മുടെ ബട്ടർ സ്കോച്ച് സൂഫ്ലേ ഡിഷിലേക്ക് മാറിക്കഴിഞ്ഞു. ഇനി ഇതൊന്ന് ഫ്രീസറിൽ വെച്ചാൽ പെട്ടെന്ന് സെറ്റാകും, താഴെ വെച്ചാൽ കുറച്ചുകൂടെ സമയമെടുക്കും. ഇനി ഇതിൻ്റെ മുകളിലായിട്ടാണ് പ്രളയൻ പൗഡർ ഇനി ഇടേണ്ടത്. ഇതിപ്പോൾ ആവശ്യം പോലെ ഉണ്ട്. കുറച്ച് വേണമെങ്കിൽ മാറ്റി വെച്ചിട്ട് നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് എക്സ്ട്രാ ഇട്ട് കൊടുക്കാം. ഇത് കാണാനുള്ളൊരു ഭംഗിക്ക് ടോപ്പിംഗ് ആയിട്ട് കഴിക്കുമ്പോൾ ഇതും കൂടി ചേർത്ത് സെർവ് ചെയ്യണം. അല്ല, ബാക്കിയിരിക്കുന്ന നമ്മളൊരു കണ്ടെയ്നറിൽ ഇട്ട് വെച്ചിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇത് സെറ്റാകുമ്പോൾ നമുക്ക് സ്ക്വയർ പീസസോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്യാം. എത്രയും സമയം എടുക്കും എന്ന് വെച്ചാൽ ഒരു 1/4 മണിക്കൂറെങ്കിലും എടുക്കും. പക്ഷേ എനിക്ക് അത്രയും സമയം ഉണ്ടോ എന്നറിയില്ല. ഞാനിതിപ്പോൾ രാത്രിയാണ് കേട്ടോ ഷൂട്ട് ചെയ്ത്, കുറച്ച് ലേറ്റായി ആക്ച്വലി പറഞ്ഞാൽ. ഇത് പ്യുവർ കുക്കിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു പുഡിങ്, കുറേ നാളായി പുഡിങ്ങൊക്കെ ചെയ്തിട്ട് എന്നോട് ഒരുപാട് പേര് ആവശ്യപ്പെടുന്നുണ്ട്, ചേച്ചി പുഡിങ്ങൊക്കെ ചെയ്യുന്നില്ലേ. സാധാരണ നമ്മൾ പുഡിങ്ങും കേക്ക്സൊക്കെ ക്രിസ്മസ് സീസൺ ആകുമ്പോഴാണ് ചെയ്യണം. പക്ഷേ അങ്ങനെയല്ല, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പുഡിങ്സും ചെയ്യാമല്ലോ. കുറേ പേർക്ക് ഇഷ്ടമാണ് പുഡിങ്സ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ചെയ്യാനും ഇഷ്ടമാണ്, കഴിക്കാനും ഇഷ്ടമാണ്. സോ ഇതേ നോക്കി, ഇതാണ് ഞാൻ പറഞ്ഞില്ലേ. ബാക്കിയിരിക്കുന്നത് നമ്മളൊരു കുപ്പിയിലിട്ട് അടച്ച് വയ്ക്കുക. അപ്പോൾ സെർവ് ചെയ്യുന്ന സമയത്ത് അത് നല്ല സെറ്റായി കഴിയുമ്പോൾ നമുക്ക് സ്ക്വയർ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. സ്ക്വയറോ റെക്റ്റാങ്കിളോ എന്തെങ്കിലും. അപ്പോൾ അതിങ്ങനെ എടുത്തിട്ട് അതിനകത്തേക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ആയിട്ട് ഇങ്ങനെ ടോപ്പിംഗ് ഇട്ടിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ കഴിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആഹാ, ഇതിൻ്റെ ദൈവമേ, ഇതിൻ്റെ എന്താ ടേസ്റ്റ് അറിയാം, ഭയങ്കര ടേസ്റ്റാണ്. ഐ ലവ് ദിസ് ബട്ടർ സ്കോച്ച് ഫ്ലേവർ. ഒന്ന് വെയിറ്റ് ചെയ്യാം, ചില നേരം നോക്കട്ടെ. എന്തായാലും കട്ട് ചെയ്ത് കാണിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് കുറച്ച് കൂടുതൽ സമയം ഞാൻ വെയിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ നിങ്ങൾ ചെയ്തോളൂ, ധൈര്യമായിട്ട് ചെയ്തോളൂ. ഇതേ ടെക്സ്ചറിൽ ഇതേപോലെ തന്നെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഒരു 2 hours-എങ്കിലും 2 to 3 hours ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിലിരുന്നാൽ നല്ല ചില്ലിങ്ങിലിരിക്കുകയാണെങ്കിൽ നല്ല സെറ്റായി വരും. നമുക്ക് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഫ്രീസറിലാണെങ്കിൽ ഒരു 1-1.5 മണിക്കൂർ, 1 മണിക്കൂർ കൊണ്ട് ചിലപ്പോൾ ശരിയാവും. എനിക്ക് 1 മണിക്കൂർ ഉണ്ടോ എന്ന് സംശയം, എനിക്ക് കുറച്ച് ലേറ്റായി. ഇപ്പോൾ കുറച്ച് സമയമായുള്ളൂ, ഏതാണ്ട് ഒരു 15 മിനിറ്റ് കഷ്ടിച്ച് നോക്കട്ടെ. ക്ഷമയില്ല, ആയിട്ടില്ല, ഇനി കുറച്ചുകൂടെ സെറ്റാകാനുണ്ട്. സമയം ഏകദേശം രാത്രി 12 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. 12:15 അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഒരുപാട് നേരം നിൽക്കാൻ പറ്റില്ല. ഇത് നോക്കിക്കോളൂ, ഇത് സെറ്റാകും, കട്ട് ചെയ്തെടുക്കുക, അത്രേ ഉള്ളൂ. ഈ ഒരു ബട്ടർ സ്കോച്ച് സൂഫ്ലയെ കുറിച്ച് പറയാനാണെങ്കിൽ ഇതിൻ്റെ സ്വാദെന്ന് പറഞ്ഞാൽ ഞാൻ ഗ്യാരണ്ടി കേട്ടോ. ഈ ബട്ടർ സ്കോച്ച് എന്നുള്ളൊരു ഫ്ലേവർ ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ ഈ ഒരു സൂഫ്ല ഉണ്ടാക്കി നോക്കൂ നിങ്ങൾ. പിന്നെ ഇതേ ഉണ്ടാക്കുകയുള്ളൂ, അത്രയ്ക്ക് ടേസ്റ്റിയാണ്. പിന്നെ ഇതിൻ്റെ ഒരു ചരിത്രം പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, കേറ്ററിങ്ങിന് ഇതൊരു സ്ഥിരമായിട്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു 200 പേർക്ക് 300 പേർക്ക് അല്ലെങ്കിൽ 100 to, ഞാൻ ആ ഒരു സമയത്ത് 100 ആണ് ഒരു മിനിമം കട്ട് ഓഫ് വെച്ചിരുന്നത്. ഒരു പക്ഷേ അതിന് 100 വരെ മാത്രം ചെയ്തുകൊണ്ടിരുന്ന സമയത്തും ഇതുണ്ടായിരുന്നു ഈ പുഡിങ്. ചിലപ്പോൾ 200. അപ്പോൾ വലിയ സ്റ്റീലിൻ്റെ ട്രേസിലാണ് ഇത് സെറ്റ് ചെയ്യുന്നത്. അതായത് ഇത്രയും ഹൈറ്റ് ഉണ്ടാവില്ല, കുറച്ചുകൂടെ തിന്നറാണ്, പക്ഷേ നമുക്ക് നല്ല പീസസ് ആയിട്ട് കട്ട് ചെയ്യാം. അങ്ങനെ വലിയ സ്റ്റീൽ ട്രേസിൽ
ഇതുപോലെ ബട്ടർ സ്കോച്ച് സൂഫ്ലേ എത്ര ട്രേസാണെന്നറിയോ സെറ്റ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഫ്രീസറിൽ വെക്കും. ഓക്കെ, ഫ്രിഡ്ജിൻ്റെ ഫ്രിഡ്ജ് മുഴുവൻ ഇതായിരിക്കും. താഴത്തെ തട്ടിൽ ഇങ്ങനെ അടുക്കി ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ട്രേയുടെ മുകളിൽ ഒരു ചെറിയൊരു കമ്പ് പോലെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ അടുത്ത ട്രേ ഇങ്ങനെയാണ് അടുക്കി വയ്ക്കുന്നത്. അപ്പോൾ എന്താ പറയുക, ക്ലിങ് ഫിലിം കൊണ്ടൊക്കെ കവർ ചെയ്തിട്ട്. പിന്നെ പിൽക്കാലത്ത് നമ്മൾ ഫ്രീസർ യൂണിറ്റ് വാങ്ങിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഫ്രീസറിൻ്റെ ആ ചില്ലർ ഭാഗത്തൊക്കെ വെക്കാൻ തുടങ്ങി. അപ്പോൾ ഇതിന് എനിക്ക് ഒരുപാട് അടുത്ത ഒരു ബന്ധമുള്ളൊരു പുഡിങ്ങാണ് ബട്ടർ സ്കോച്ച്. അത് സ്ഥിരമുള്ളത് ബട്ടർ സ്കോച്ച് സൂഫ്ലയും സ്ഥിരം ഓർഡേഴ്സാണ്. അതുപോലെ കോക്കനട്ട് സൂഫ്ലയും, ദാറ്റ് വാസ് എ കോമൺ ഓർഡർ. പിന്നെ ട്രൈഫിൾ പുഡിങ്, കാരമൽ കസ്റ്റർഡ്, ഈ 4 എണ്ണമാണ് എല്ലാവരും പറയുന്നത്. പിന്നെന്താ, ഫ്രൂട്ട് സലാഡ് വിത്ത് കസ്റ്റേർഡ്. ഇങ്ങനെയൊക്കെയായിരുന്നു കഥകൾ. അപ്പോൾ എനിവേ എൻ്റെ ഒരു പഴയ ഓർമ്മകളൊക്കെ വരികയാണ് ഇത് കാണുമ്പോഴും. ഇത് കഴിക്കാൻ ആ ടേസ്റ്റൊക്കെ ഞാൻ ഇടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഉണ്ടാക്കി നോക്കുക, അടിപൊളിയാണ്. യു ലവ് ഇറ്റ്. അപ്പോൾ ഉണ്ടാക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് ചെയ്യാൻ മറക്കണ്ട. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു. തിരിച്ച് ഫ്രീസറിലേക്ക് വയ്ക്കാൻ പോവാണ്. ഫ്രീസറിലല്ല, ശരിക്കും പറഞ്ഞാൽ ഇനി ഞാൻ താഴത്തെ തട്ടിൽ വയ്ക്കും, ക്ലിങ് ഫിലിം കൊണ്ടൊക്കെ കവർ ചെയ്ത്. ചിൽഡായിട്ടിരിക്കും. രാവിലെ ആകുമ്പോൾ കറക്റ്റായിരിക്കും.